ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രധാന പ്രതികരണവുമായി നിയമമന്ത്രി പി രാജീവ്. സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണെന്നും വിശ്വാസികളുടെ താൽപര്യം സംരക്ഷിക്കും എന്നുമാണ് പ്രതികരണം. സർക്കാരിന് നിലപാടറിയിക്കാൻ സമയമുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. ഇന്ന് തന്നെ സർക്കാർ സത്യവാങ്മൂലം തിരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ഇരുവരുടെയും പ്രതികരണങ്ങളിലേക്ക്. വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണല്ലോ ഞങ്ങൾ. ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിനൊപ്പം നിൽക്കും. അതാണല്ലോ ഇതിനകത്ത് യെസ് ഓർ നോ, ഇതിൽ ഗവൺമെൻറ് അഭിപ്രായം എന്നല്ല വരാൻ പോണത്. അപ്പോൾ അത് വളരെ സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല അവധാനതയോടുകൂടി തന്നെ പരിശോധിച്ച് ചർച്ച ചെയ്ത് ഒരു നിലപാട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ, ഒരു മിനിറ്റ് കൊണ്ട് പരിഹാരം കാണാവുന്ന ഒരു സംഗതിയല്ലല്ലോ ഇത്. ഇതൊരു സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. സുപ്രീം കോടതി തന്നെ 9 അംഗ ബെഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായിട്ടല്ലേ 9 അംഗ ബെഞ്ച് വരിക. ഭരണഘടനാപര പ്രശ്നങ്ങളുടെ പരിശോധിക്കുക. സർക്കാർ തിരുത്തണം, അഫിഡവിറ്റ് തിരുത്തണം. സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് പല സംഘടനകളെയും കബളിപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത്. നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം. അത് തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ കാപട്യം പുറത്തു വരും. ഗവൺമെൻറ് ഉരുണ്ട് കളിക്കുകയാണ്, അഴകുഴമ്പൻ സമീപനമാണ്. ഇന്ന് വരുമ്പോൾ അത് പറയണം, ഞങ്ങൾ തിരുത്താൻ പോകുന്നു, ഞങ്ങൾ തിരുത്തി അഫിഡവിറ്റ് ഇന്ന് കൊടുക്കാം. 10 മിനിറ്റ് മതി ഒരു അഫിഡവിറ്റ് തയ്യാറാക്കാൻ. സമുദായ സംഘടനകളായ SNDPയും NSSും പ്രതികരണവുമായി എത്തി. യുവതീ പ്രവേശനത്തെ സംസ്ഥാന സർക്കാർ എതിർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. തിരുത്തേണ്ടത് സർക്കാർ തിരുത്തണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ആവശ്യപ്പെട്ടു. ആ പ്രതികരണങ്ങളിലേക്ക്. ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകാതെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ ഈ പഴയ ആചാരക്രമങ്ങളിൽ അനുസരിച്ച് കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പഴയ സാഹചര്യത്തിലേക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. പ്രതീക്ഷിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനം അവർ നേരത്തെ തന്നെ ഇത് നടപ്പാക്കി. അതുകൊണ്ട് ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു. അതല്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. അതിന് വേണ്ട എല്ലാ കോടതിയിൽ ഞങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള എല്ലാ ശക്തമായ നിലപാടും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സർക്കാർ തിരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ തിരുത്തേണ്ടത് അവർ തിരുത്തണം. റിനു ശ്രീധരാണ് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന. റിനു, പഴയ പ്രക്ഷോഭകാലം നമ്മുടെ മുൻപിലുണ്ട്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്നു. വിശ്വാസികൾക്കൊപ്പമെന്ന് നിയമമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ വിഷയത്തിലുണ്ടായിരുന്നു റിനു? ഉന്മേഷ, മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടി വരാൻ പോകുന്നു. നമുക്കറിയാം 2019 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല യുവതീ പ്രവേശന വിഷയം വലിയ രീതിയിൽ LDFന് തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യമുണ്ടായി. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോഴാണ് വീണ്ടും സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇതിലെന്ത് സർക്കാർ ഏത് തരത്തിലുള്ള നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിയമമന്ത്രി പറഞ്ഞത് എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടേ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. നമുക്കറിയാം അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SNDPയെയും അതുപോലെ തന്നെ NSSനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സുപ്രധാന തീരുമാനം കൂടി സംസ്ഥാന സർക്കാർ എടുക്കേണ്ടത്. ശക്തമായിട്ടുള്ളൊരു എതിർപ്പ് NSSന്റെയും SNDPയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. സർക്കാരിന്റെ നിലപാട് തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ അത്തരമൊരു വിമർശനം ഉണ്ടാകും, അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളത് സാമുദായിക നേതാക്കൾ തന്നെ രംഗത്തെത്തി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ തിരുത്തണം, അഫിഡവിറ്റ് നൽകണം, തിരുത്തിയുള്ള അഫിഡവിറ്റ് നൽകണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നിർണായകമാണ് LDFന്റെയും സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം. എന്തായാലും ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെ പറയുന്നത് വിശ്വാസികൾക്കൊപ്പം നിന്ന് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എങ്ങനെ ആയിരിക്കും ആ തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. CPM അത്തരത്തിലൊരു തീരുമാനം എടുക്കുമ്പോഴും സർക്കാരിന് എന്ത് നിലപാടെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ
വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ തീരുമാനം നിർണായകമാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും അഫിഡവിറ്റ് തിരുത്തി നൽകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ കൃത്യമായിട്ടുള്ള നിലപാട് നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷേ അതിലൊരു തിരുത്തൽ വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും പുനഃപരിശോധന ഇതുവരെ എതിർത്തിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ അഭിഭാഷകർ അറിയിച്ചിട്ടുള്ളത്. ഇനി എന്തായിരിക്കും നിലപാട് എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. ഉന്മേഷം, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.